guys, welcome to our channel, Amma and Kochumakkals cooking channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അമ്മ പറയും. ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 2 കിലോ ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. അത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി മല്ലി മുളക് 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു തക്കാളി, 1/4 ഗ്ലാസ് തൈരും ചേർത്ത് അരമണിക്കൂർ പുരട്ടി വെച്ച ഇറച്ചിയാണ് കാണുന്നത്. ഇതിനെ ഇനി നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ ഇറച്ചിക്കറിയാണ്. ഇത് കഴുകിയത് എൻ്റെ അച്ഛനാണ്. ഇപ്പം അമ്മമ്മ ഇത് കുക്കർ ഇറച്ചി കറിക്ക് വേണ്ടി കുക്കറിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആ തൈരിൻ്റെ ഈർപ്പം, അല്ലാതെ വേറെ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് ചേർത്തിട്ടുണ്ട്. അതെല്ലാം അരമണിക്കൂർ മുമ്പേ പുരട്ടി വെച്ചതാണ്. അതാണ് കാണിച്ചു തന്നത്. അത് നമ്മൾ കുക്കറിലോട്ട് എടുത്തിടുകയാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഉപ്പും മഞ്ഞപ്പൊടി, ഇത്രയും സാധനം പുരട്ടിയ ചിക്കനാണ്. ഇത് 1 വിസിലേ നമ്മൾ അടുപ്പിക്കത്തുള്ളൂ. 1 വിസില് മാറ്റാം. അതവിടെ ഇരിക്കട്ടെ. 1 വിസിലടിക്കട്ടെ. ആയി വന്നിട്ട് വയ്ക്കുക. ഇനി നമുക്ക് ഉള്ളി വഴറ്റണം. ഉള്ളി അതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് വഴറ്റുക. അത് പറയാം. ആദ്യം ചട്ടി ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കണം. ഇപ്പുറത്ത് കോഴിക്കറി വെച്ചിരിക്കുക. കുക്കറിൽ വിസിലെടുത്ത് വയ്ക്കട്ടെ. അവനെപ്പോയി നോക്കട്ടെ. ആവി വന്നിട്ട് വിസിൽ വെക്കാം. ചട്ടി ചൂടായി. വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ഒഴിച്ചു. ഉള്ളി വഴറ്റാനുള്ള എണ്ണയാണ്. ഞങ്ങൾ എണ്ണയൊക്കെ കുറവ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5 സവാള, ചെറുതാണ് 5 സവാള, 5 സവാള, 1 പൂണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയുമാണ് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. തക്കാളി വെച്ച് അരിഞ്ഞ് ഒരു തക്കാളി അരിഞ്ഞു. ഒരു തക്കാളി ആ പുരട്ടിയ ഇറച്ചിയിൽ അരച്ച് പുരട്ടിയിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇപ്പോൾ കുക്കറിൽ വെച്ചത്. കുക്കർ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ഇടാം. ഇതിലോട്ട് മഞ്ഞപ്പൊടി അതിൽ നമ്മളെല്ലാം കുറച്ച് ചേർത്തിട്ടാണ് പുരട്ടി വെച്ചത്. എന്നാലും ഉള്ളിയിലും എല്ലാം ചേർക്കണം. എന്നാലും ഉള്ളിയിലും പിടിക്കും. ഉള്ളിയിൽ ഒരു ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി. അത് കുറച്ച് വഴന്നതിന് ശേഷം ബാക്കിയൊക്കെ ഇടാം. അതൊന്നും ഇപ്പോൾ വേണ്ട. കുറച്ച് ഉപ്പൂടെ ഒഴിച്ചില്ല. ഇത് ഉള്ളിയുടെ വെള്ളമൊക്കെ വടിയട്ടെ. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വഴറ്റാം. അപ്പോൾ എളുപ്പം മൂത്ത് കിട്ടും. അതെ ഉള്ളി വഴന്നിട്ട് ഉണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലപോലെ ഉള്ളി ഇപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിനി അതിനകത്തോട്ട് നേരത്തെ ആ ഇറച്ചിയിൽ എല്ലാം നമ്മൾ കുറേശ്ശെ പുരട്ടിയിട്ടാണ് വേവിച്ചത്. ഇനി ഇതിലും കുറച്ചിടണം. ഉള്ളിക്കകത്തും 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയ സ്പൂണാണ്. നേരത്തെ ഇട്ട കാര്യം എല്ലാം കുറച്ച് മതി. ഇത് ഗരം മസാല പൊടിച്ച് വെച്ചതാണ്. കുറച്ചിട്ടാൽ മതി. ശകലം ഇടുന്നുണ്ട്. കണ്ടോ, കുറച്ച് ഇടുന്നു. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല. 2 സ്പൂണ്, ചെറിയ സ്പൂണാണ്. പിന്നെ ഇനി മുളക് പൊടി. ഞാൻ പറഞ്ഞു അത് മില്ലിൽ നിന്ന് പൊടിച്ചെടുത്ത കാശ്മീരി ചില്ലി പൗഡറാണ്. മില്ല്
അതുകൊണ്ട് നല്ല കളറും സ്പൂൺ മുളക് പൊടി. പിന്നെ അധികം എരിയൊന്നുമില്ല, പിള്ളേർക്കൊക്കെ ഇഷ്ടം പോലെ. നമുക്ക് അതിനെ ഒന്ന് വഴറ്റണം. ആ മുളകിനെ എല്ലാം ഉള്ളിക്കകത്തിട്ട് വഴറ്റാം. വേറെ എണ്ണയൊന്നും വേണ്ട, ഉള്ളിയുടെ എണ്ണ മതി. തക്കാളി 1.5 തക്കാളി ഇടുകയാണ്, ഒരു 1.5 തക്കാളി. പിന്നെ ഒരു പിടി കുറച്ച് കരിവേപ്പില, കരിയില പിന്നീട് അവസാനം. പിന്നെ അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യും. ഇതൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പോൾ അതെ നല്ലപോലെ തക്കാളിയൊക്കെ ഇതായി വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എല്ലാ മസാലയും ഇതിനകത്ത് ഇട്ടത് കാണിച്ചല്ലോ, അതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ഇതാക്കി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഒരു വിസില് വന്ന് ചിക്കൻ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. എന്നിട്ട് അത് ഇതിലോട്ട് ഇടുക. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത്രയും വെള്ളം മതി. വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആ ഇറച്ചിയിൽ നിന്ന് വന്ന വെള്ളമാണ്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഇറച്ചി വെന്തിട്ടുമുണ്ട്, പാകത്തിൽ വെന്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ചെറിയ തീയിലൊരു 5 മിനിറ്റ് ഇട്ടാൽ മതി. നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ടല്ലേ. നമുക്കിനി ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കണം. അത്രയേ ഉള്ളൂ. അത് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം എണ്ണയൊന്നും കൂടുതൽ ചേർത്തിട്ടില്ല, അത്ര എണ്ണ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ചെറിയ തീയിക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. പിന്നെ ഇറച്ചിയുടെ നെയ്യും എല്ലാം കൂടെ ഈ കളർ ഉണ്ടാവും. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ആ ഇറച്ചിയിൽ നിന്ന് വന്ന വെള്ളമാണ്. അത് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. ഇതാ കാലൊക്കെ അങ്ങനെ ഇട്ടിട്ട് ഒരു വിസിൽ മതി. എല്ലാം പുരട്ടി ഒരു വിസിലടിച്ചാൽ ഇറച്ചി വേകും. പിന്നെ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമ്മളിതിനെ വെക്കണം, ചെറിയ തീയിൽ. അപ്പോൾ തിളച്ച്. പക്ഷേ ഇറച്ചി വെന്തിട്ടുമുണ്ട്. ചെറിയ തീയിലെല്ലാം ഒന്ന് പിടിക്കുക. അത് നമ്മൾ ഇറച്ചിയിലും മസാല ഇട്ടു, ഉള്ളിയിലും മസാല ഇട്ട കാര്യം രണ്ടിലും പിടിച്ചിട്ടുണ്ട്. ഉപ്പുമാണ്, ഉപ്പും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് ചാറ് വേണമല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ. പലഹാരത്തിനാണേലും ചാറ് എല്ലാവർക്കും ആവശ്യമാണ്. ചോറിനാണെങ്കിൽ വലിയ ചാറ് വേണ്ട. ഞങ്ങൾ കൂടുതലും വൈകുന്നേരം പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പും എല്ലാം പാകത്തിലുണ്ട്. ഇത് നമുക്ക് വേണേൽ ഓഫാക്കാം, അല്ലെങ്കിൽ ചെറിയ തീ കുറച്ച് സമയം ഇടാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കാം. ഞങ്ങളൊരു ദോശ ഇട്ടിട്ടുണ്ട്, ഗോതമ്പ് ദോശ. കാർത്തിക്ക് കൊടുത്ത് നോക്കാം, അവനെന്താ പറയുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു കഷ്ണം കൊടുക്കാം, പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഇത്രയും ചാറുണ്ട്. അവിടെ പോയിരുന്ന് കഴിക്കാം. വന്നിരുന്ന് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ്, കഴിക്കാൻ പോലും പറ്റണില്ല. നല്ല ചൂടാണ്. 2 മിനിറ്റ് സാഗറിന്റെ ഒരു പാട്ട് കേൾക്കാം. സാഗർ ഒരു പാട്ട് പാടിക്കേ. ഓമനാളെ ഓമനാളെ അപ്പൊ സാഗർ പാട്ട് പാടി. നമ്മളിതെനിക്കത് കഴിച്ചു വെക്കാൻ പോവാണ്. കഴിച്ചു വെക്കുവാണ് പോവാണ്. കഴിച്ചു വെക്കാൻ വേണ്ടി നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. സാഗർ എങ്ങനെയുണ്ട്? ഒന്നും പറയല്ല, നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്.
ആ അമ്മൂമ്മയുടെ ഇറച്ചിക്കറി നല്ല ടേസ്റ്റ്. ഇന്നത്തോടെ നമ്മുടെ എൻഡിങ്ങിലുള്ള സമയം നമ്മൾ ആവാറായി. അപ്പൊ നല്ല ചിക്കൻ കറി അമ്മൂമ്മയോട് നമുക്ക് നല്ല താങ്ക്സ് പറയണം. അപ്പൊ ഇത്ര നല്ല ചിക്കൻ കറി വെച്ച് തന്നതിന്. അപ്പോൾ ഞങ്ങളുടെ വക എല്ലാം സന്തോഷവും എല്ലാവരും സുരക്ഷയായിരിക്കണം, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ബൈ. എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.